നിന്ന് മഹാനായ ശൈഖുനാ താജുൽ ഉലമ എന്തിന് ഇറങ്ങി വന്നു എന്ന് നിഷ്പക്ഷമതികൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ശരിയായ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. അനുസ്മരണം എന്ന് പറയുമ്പോൾ അവർ ജീവിതത്തിൽ നടത്തിയ വലിയ ആശയ പോരാട്ടങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയ രംഗത്ത്, ദഅ്വാ രംഗത്ത് നടത്തിയ ആശയ പോരാട്ടം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ദൗർഭാഗ്യകരമായ സമസ്തയോട് പിളർത്തു. നമ്മൾ ദൗർഭാഗ്യകരമെന്ന് പറയുന്നു, പക്ഷേ അത് നിർബന്ധമായിരുന്നു. അന്നെങ്ങാനും മഹാനായ ശൈഖുനാ താജുൽ ഉലമ സമസ്തയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സമസ്ത തന്നെ ഇല്ലാതാകുമായിരുന്നു. അത് എല്ലാ കൂട്ടരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇന്ന് രണ്ടു കൂട്ടരും പ്രവർത്തിക്കുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ അണികളായി സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നു. നമുക്ക് എതിരിലുള്ള ബഹുമാനപ്പെട്ട ആനക്കര ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലും അതുപോലെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ നേതൃത്വത്തിലും സമസ്തയിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നു. അവർക്കും സംഘടനയുണ്ട്, നമുക്കും സംഘടനയുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, രണ്ടും നിലനിൽക്കുന്നു എന്നത് എന്തുകൊണ്ടാണ്? മഹാനായ ശൈഖുനാ താജുൽ ഉലമ ഇറങ്ങി വന്നതുകൊണ്ട്. ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിലോ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു ഓപ്പോസിറ്റ്. താറുഫുള്ള ഷിയായിബിഹാനം. ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ എതിര് മനസ്സിലാക്കണം. 985 സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം നടന്നു. ആ സമ്മേളനം നടന്നതോടുകൂടി കേരളത്തിലെ ഉൽപ്പലിഷ്ണുക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, സലഫികൾ, വഹാബികൾ, മുജാഹിദുകൾ, അത് മൂന്ന് ഒന്നാണ്. ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗാദി, പുത്തനാശയക്കാർ പേടിച്ചു വിറച്ച കാലഘട്ടമായിരുന്നു 60ാം വാർഷിക മഹാസമ്മേളനം. ശംസുൽ ഉലമ ഈ ഉസ്താദ് എണിക്കുന്നു, ജനങ്ങൾ മുഴുവനും എണിച്ചു നിൽക്കുന്നു. അന്നത്തെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. ഉസ്താദ് സ്വാഗതം പറയാൻ എണിച്ചു നിൽക്കുന്നു. മൊത്തം ജനലക്ഷങ്ങൾ എണിച്ചു നിൽക്കുന്നു. ഒരാൾ എണിക്കാൻ പറഞ്ഞിട്ടില്ല. രണ്ട് വ്യക്തികൾ എണിച്ചു നിന്നപ്പോൾ ജനലക്ഷങ്ങൾ അറബിക്കടലിന്റെ വഴിയോരത്ത് വെച്ച് എല്ലാ ആളുകളും തക്ബീർ തന്നെ എണിച്ചു നിന്നു. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു ലോകോത്തര പണ്ഡിത സംഘടനയുണ്ട്. ആ സംഘടന പല ഫത്വകളും പുറപ്പെടുവിച്ചു. കൂട്ടത്തിൽ ജുമാ ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഫത്വ പുറപ്പെടുവിച്ചു. സമസ്ത അതിനെതിരെ പ്രതികരിച്ചു. ആ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ സമസ്ത പ്രതികരിച്ചതോടുകൂടി അവരുടെ ഫത്വ അവർ പിൻവലിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ സഹോദരങ്ങളെ, സ്വാഭാവികമായും ഇവിടെ ജനങ്ങളുടെ ഇടയിൽ അനൈക്യമുണ്ടാക്കി പലതും നേടാമെന്ന് മുന്നോട്ട് വന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, വിദഈ കക്ഷികൾ, അവർ തീരുമാനിച്ചു, ഇനി ഈ സമസ്ത ഇങ്ങനെ മുന്നോട്ട് വിട്ടാൽ നമുക്കിവിടെ ജീവിക്കാൻ പ്രയാസമാണ്. അന്ന് തുടങ്ങിയ ഗൂഢാലോചനയായിരുന്നു. അത് 1989 പൂർണ്ണമായി പുറത്തു വന്നു. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് സലാം പറയാൻ പാടില്ല എന്ന പാഠപുസ്തകത്തിലെ അഖ്ലാഖിലെ പാഠം മാറ്റാനായിരുന്നു ഇവർ തന്ത്രപരമായി പ്രവർത്തിച്ചത്. അത് സമസ്ത മുശാവറയിൽ ചർച്ചക്കും വന്നു. സഹോദരങ്ങളെ, താജുൽ ഉലമ പറഞ്ഞു, പറ്റൂല, അത് പാഠം വേണം. സമസ്ത രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാണ്? അത് ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ തോണ്ടെടുത്തിരുത്താൻ, അവർക്ക് പാഠം പഠിപ്പിക്കാൻ, ആശയപരമായി അവരെ നേരിടാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്. അതേ സമസ്തയിലാണ് തീരുമാനം വരുന്നത്, പാഠപുസ്തകത്തിലെ പാഠം മാറ്റണം. സുന്നി വിരോധികൾക്ക് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്ന ആശയം അത് മാറ്റണം. അതിനേക്കാൾ നല്ലതല്ലേ സമസ്തയെ തന്നെ പിരിച്ചുവിടുന്നത്? സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ? സലാം പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ തീരുമാനം വരുന്നത് എന്തിനാ? ആ പാഠം മാറ്റാൻ വേണ്ടി. എന്താകും സഹോദരങ്ങളെ? അവിടെ എങ്ങാനും താജുൽ ഉലമ മിണ്ടാതിരുന്നു എന്ന് ചിന്തിക്കുക. എന്തും ആകട്ടെ, നമ്മക്ക് കുഴപ്പമില്ല, നമ്മക്ക് ജീവിക്കാനുള്ള അടുത്ത് മഹല്ലും ഉണ്ട്, കുറെ കാളിസ്ഥാനമുണ്ട്,
നമ്മളെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആയിക്കോട്ടെ, നിങ്ങൾ അഖ്ലാഖിന്റെ പാഠം മാറ്റിക്കോളി. ഉദാഹരണം, തക്ബീർ നിലയ്ക്ക് നമ്മൾ സങ്കല്പിച്ചാൽ അഖ്ലാഖിലെ പാഠം പോയി. 2-3 മാസം കഴിയുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വീണ്ടും സമസ്തയിലേക്ക് കത്തുവെക്കുന്നു. ഇവിടെ ഭയങ്കര കുഴപ്പമുണ്ട്. നിങ്ങൾ ഷാഫി മദ്ഹബ്, ഷാഫി, ഹംബലി, മാലിക്കി ഇങ്ങനെ തുടങ്ങിയ മദ്ഹബിന്റെ പ്രശ്നം വന്നിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളെ പാഠപുസ്തകത്തിൽ നിന്ന് ഫിഖ് മാറ്റണം, കിതാബുൽ ഫിഖ് മാറ്റിവെക്കണം. സമസ്തയിൽ ചർച്ച വരുന്നു, എല്ലാവരും കത്ത് വായിക്കുന്നു, ഫിഖ് മാറ്റണമെന്ന് കത്തുണ്ട്, പൊതുജനങ്ങളുടെ കത്ത്. എന്ത് ചെയ്യണം? എല്ലാവരും നോക്കുന്നു. താജുൽ ഉലമയെ, താജുൽ ഉലമ പറഞ്ഞു, ആയിക്കോട്ടെ, മാറ്റിക്കോളി. ഏതായാലും അഖ്ലാഖിന്റെ പാഠം നിങ്ങൾ മാറ്റിയല്ലോ, ഇനി ഫിഖ് എന്നില്ല, അത് മാറ്റിക്കോളി. മൂന്നാമതായി സമസ്തക്ക് കത്ത് വരുന്നു. തക്ബീർ നിലയ്ക്ക് സങ്കല്പിക്കാൻ നമുക്ക് എന്താ കത്ത്? നിങ്ങൾ അഖ്ലാഖിലെ പാഠവും മാറ്റി, ഫിഖും മാറ്റി, പിന്നെന്തിനാണ് ഒരു വിദ്യാഭ്യാസ വകുപ്പ്? അതിനെ പിരിച്ചുവിട്ടുകൂടെ എന്നൊരു അഭിപ്രായം. എല്ലാവരും കത്ത് വായിക്കുന്നു, ചായം കുടിച്ചിട്ട് എല്ലാവരും താജുൽ ഉലമന്റെ മുഖത്തേക്ക് നോക്കുന്നു. താജുൽ ഉലമ പറയുന്നു, ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും പിരിച്ചുവിടാന്നുണ്ടെങ്കിൽ പിരിച്ചുവിട്ടോളി. അപ്പൊ അഖ്ലാഖ് പോയി, ഫിഖ് പോയി, വിദ്യാഭ്യാസ ബോർഡും പോയി. പിന്നെ ഉള്ളതെന്താ? 40 ആലിമീങ്ങളുള്ള മുഷാവറ. നാലാമതായി കത്ത് വരുന്നു. അഖ്ലാഖും പോയി, ഫിഖും പോയി, പിന്നെ വിദ്യാഭ്യാസ ബോർഡും പോയി. പിന്നെ ഉള്ളതൊരു സമസ്ത. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം ഈ 3 തീരുമാനങ്ങളിലൂടെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പണ്ഡിത സംഘടന വേണ്ട, ഇത് പിരിച്ചുവിടാം. എല്ലാവരും താജുൽ ഉലമന്റെ മുഖത്തേക്ക് നോക്കുന്നു. താജുൽ ഉലമ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ കാര്യം? പിരിച്ചുവിട്ടോളി. അങ്ങനെ സമസ്തയും പിരിച്ചുവിട്ടു. അഖ്ലാഖിന്റെ പാഠം പോയി, ഫിഖും പോയി, വിദ്യാഭ്യാസ ബോർഡും പോയി, സമസ്തയും പോയി. പിന്നാരി ബാക്കിയുള്ളേ? പിന്നെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെയുള്ള വഹാബികളും. സഹോദരൻ, അവർ കൈകോർത്ത് പിടിച്ച് ഇവിടെ പലതും സംഭവിക്കും. ഒരു വീട്ടിലേക്ക് തീ പിടിച്ചതുപോലെ. ഒരു വീട്ടിലേക്ക് തീ പിടിച്ചാൽ എന്താക്കണോ? ആദ്യം വീട്ടിന്റെ മുതലാളി ഓടണം പുറത്തേക്ക്. അവനോട് പൈസ ഉണ്ട്, കെട്ടുണ്ട്, കവറുണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കലില്ല. നോക്കി നിന്നാൽ അയാളും കൂടി ആ തീന്റെ ഉള്ളിൽ പെട്ടുകൊണ്ട് വെന്തിരുവും. വീടും നശിക്കും, ആ വീടിന്റെ ഉടമസ്ഥനും നശിക്കും. അതുപോലെയായിരുന്നു സമസ്തയുടെ പിളർപ്പിന്റെ രംഗം. നമ്മൾ ദൗർഭാഗ്യകരമെന്ന് പറയുന്നു എങ്കിൽ ആ പിളർപ്പ് അനിവാര്യമായിരുന്നു, നിർബന്ധമായിരുന്നു. ഇത് കാലെ കൂട്ടി കണ്ട മഹാനരായ ശൈഖുനാ താജുൽ ഉലമ പ്രഖ്യാപിച്ചു, പാടില്ല, അഖ്ലാഖിലെ പടം മാറ്റാൻ പാടില്ല, അഖ്ലാഖ് മാറ്റാൻ പാടില്ല. ഇവിടെ സമസ്തയും വേണം, വിദ്യാഭ്യാസ ബോർഡും വേണം, അഖ്ലാഖും വേണം, പാഠവും വേണം. മഹാനരായ ശൈഖുനാ താജുൽ ഉലമ പറഞ്ഞപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു, പറ്റൂല, ഞങ്ങൾ മെജോറിറ്റി ഉണ്ട്, ഞങ്ങൾ മെജോറിറ്റി തീരുമാനിച്ച് ഈ തീരുമാനം പാസ്സാക്കുകയാണ്. താജുൽ ഉലമ പറഞ്ഞു, മെജോറിറ്റി മൈനോറിറ്റി നോക്കുന്ന വിഷയമല്ല ദീൻ കാര്യത്തിൽ. ദീൻ കാര്യത്തിൽ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കണം. ഇവിടെ പെണ്ണുങ്ങൾക്ക് വേറെ മതിൽ ഒരു പർദ്ദ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, പെണ്ണുങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുഞ്ഞ് ഉസ്താദ് അവர்கள் അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, മഹാനായ മദീൻ ഉസ്താദ് ഒക്കെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി ഭാരവാഹികൾ അവരുടെ അഹം തീരുമാനം നടപ്പിലാക്കുമ്പോൾ ഇവിടെ പെണ്ണുങ്ങളെ ഒന്നും പുറത്തു കാണാനില്ല. നല്ല അച്ചടക്കമുള്ള ഉറൂസാണ്. അല്ലാഹു എല്ലാവർക്കും പ്രതിഫലം കൊടുക്കുമാരാകട്ടെ. എല്ലാവരും ഒരു ഭൂരിപക്ഷം തീരുമാനിക്കുകയാണ് കമ്മിറ്റിക്കാർ. ഈ പർദ്ദ ഒന്നും കെട്ടാൻ പാടില്ല, എല്ലാം അയച്ചു മാറ്റണം. പെണ്ണുങ്ങളെയും ആണുങ്ങളെയൊക്കെ ഇഖ്തിലാത്താക്കണം. ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒന്നിച്ച് സിയാറത്ത് ചെയ്യിപ്പിക്കണം. അങ്ങനെ എല്ലാവരും മദ്രസയിൽ കൂട്ടി ഭൂരിപക്ഷം നോക്കുകയാണ് ഒരു തീരുമാനം. എല്ലാവരും പർദ്ദ വേണ്ട, പെണ്ണുങ്ങളെയും ആണുങ്ങളെ ഇങ്ങനെ അഴിഞ്ഞാടം വിടാം എന്ന് ഭൂരിപക്ഷം പാസ്സായാൽ അങ്ങനെ പാസ്സായി. അങ്ങനെ പാസ്സാക്കാൻ പറ്റുമോ? ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കിയിട്ടല്ല ഇസ്ലാമിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത്. ഇത് പ്രഖ്യാപിച്ചു ശൈഖുനാ താജുൽ ഉലമ. പറ്റൂല എന്ന് പറഞ്ഞു. പറ്റൂല എന്ന് പറഞ്ഞപ്പോ താജുൽ ഉലമ തീരുമാനിച്ചു, ഞാനിവിടെ മിണ്ടാതിരുന്നാൽ എല്ലാ സമസ്തയും തരിപ്പണമായി പോകും. അപ്പൊ ഞാൻ ഇറങ്ങി വരുന്നു. കൂടെയുള്ളവരും ഇറങ്ങി വന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ പ്രവർത്തനം വളരെ വിശാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ കണ്ടിട്ട് അവരും പ്രവർത്തിക്കുന്നു. നേരത്തെ ഞങ്ങൾ സമസ്ത കേരള സുന്നി യുവജന സംഘം 60ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനം എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട്
5 ലക്ഷത്തിലധികം വരുന്ന പ്രവർത്തകന്മാർ മലപ്പുറത്തെ എടരിക്കോടിന്റെ മൈതാനിൽ ഒരുമിച്ച് കൂടിയെങ്കിൽ 25,000 സഫ്വ അംഗങ്ങളെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദി സമുദായത്തിന് അർപ്പിച്ചു. ഒരു ദിവസം മുമ്പ് നമ്മൾ ഈ സഫ്വ അംഗത്തിനെ അർപ്പിച്ചു എന്ന് കേട്ടപ്പോ മറുവിഭാഗത്തിന്റെ SYS എവിടെയോ ഒരു സ്ഥലത്ത് യോഗം കൂടി 10,000 ആമിനങ്ങളെ സമർപ്പിച്ചു എന്ന് പത്രത്തിൽ വന്നു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തന്നെയാണ്. നമ്മൾ 25 പ്രഖ്യാപിച്ചപ്പോ അവർ 10,000, മൊത്തം കൂട്ടിയാൽ എത്രയായി? 25 10,000 35,000. അന്ന് താജുൽ ഉലമ ഇറങ്ങിയിട്ട് വന്നിട്ടില്ലെങ്കിലോ 2 സമസ്തയില്ല, ഈ 35,000 സമുദായത്തിന് കിട്ടാനില്ല. അൽഹംദുലില്ലാഹ്. അപ്പൊ താജുൽ ഉലമ ഇറങ്ങി വന്നതൊരു അത്ഭുതമല്ലേ, ഖൈറല്ലേ സഹോദരങ്ങളെ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ശൈഖുന താജുൽ ഉലമയുടെ അനുസ്മരണം നമ്മൾ ചിന്തിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശ രംഗത്ത് ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത വലിയ നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ. ആയിക്കോട്ടെ, ഞാൻ രണ്ട് ഭാഗത്തെയും പറഞ്ഞു, 2 ഭാഗത്ത് ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കൾ ഉലമാക്കൾ ഇവിടെ അവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പറയേണ്ട കാര്യം പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ. ഒരാൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വ ചെയ്ത് ജീവിച്ചാൽ യജ്അൽ ലഹു മഖറജ, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും. എല്ലാ വിഷയങ്ങളിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി തുറന്നു കൊടുക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എല്ലാ വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. അതായിരുന്നു ഇവിടുത്തെ ഔലിയാക്കന്മാർ. ഇന്ത്യ രാജ്യത്ത് സഹോദരങ്ങളെ, നമ്മൾ ഔലിയാക്കന്മാരുടെ ഉറൂസ് നടത്തുമ്പോൾ, അവരുടെ അനുസ്മരണം നടത്തുമ്പോൾ, അവർ ഈ രാജ്യത്ത് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചപ്പോൾ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഖ്റജ് ഉണ്ടാക്കി കൊടുത്തു. ഇന്ത്യ രാജ്യത്തിലേക്ക് ഇസ്ലാം കടന്നു വന്ന ആരംഭ കാലഘട്ടത്തെ സംബന്ധിച്ച് മഹാനരായ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട്. മാലിക് ദീനാറും കൂട്ടരും ഇസ്ലാമികമായ പ്രബോധന രംഗത്ത്. സഹോദരങ്ങളെ, എല്ലാവരും ഇരിക്കൂ. എന്നാൽ ഞാൻ നിർത്തിക്കോളാം. ഞാൻ നിർത്തുന്നു. എല്ലാവരും സമാധാനിക്കുക. എല്ലാവരും സ്ഥലത്തിലുള്ളവർ അവരവരുടെ സ്ഥലത്ത് തന്നെ ഇരിക്കുക. അവിടെ തന്നെ ഇരിക്കുക. എല്ലാവരും അവിടെ തന്നെ ഇരിക്കൂ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കൂ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന പോരായ്മകളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിക്കുകയാണ്. നമ്മൾ ഈ അനുസ്മരണം നടത്തുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് പലരെയും അനുസ്മരിക്കേണ്ടതുണ്ട്. നമ്മുടെ നേതാക്കന്മാർ തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദും ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണത്ത് അഹ്മദ് സിനാർ ഉസ്താദ് അവറുകളും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രസംഗിക്കുകയും ചെയ്ത് കാണിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹുവിന്റെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ തമ്മിൽ ഐക്യപ്പെടണം എന്ന് പറഞ്ഞത് മാത്രമല്ല, കാണിച്ചു കൊടുത്തു മഹാനവറുകൾ. മംഗലാപുരത്തെ മസ്ജിദ് തഖ്വയുടെ ഉദ്ഘാടന വേളയിലും കേരളത്തിലെ ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടന വേളയിലും മഹാന്മാരായ ഉലമാക്കളുടെ കൂടെ, സാദാത്തുക്കളുടെ കൂടെ വേദി പങ്കിട്ടുകൊണ്ട് ഇരുന്നു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി
ശിഹാബ് തങ്ങൾ, മർഹൂം പാണക്കാട് തങ്ങൾ സുന്നി ഐക്യത്തിന് വേണ്ടി പ്രസംഗിച്ചു, പ്രവർത്തിച്ചു, വേദി പങ്കിട്ടു. ഇങ്ങനെയുള്ള മഹാരഥന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ കൂടെ നമ്മളെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ഉറൂസ് പരിപാടിക്ക് വേണ്ടി എല്ലാ നിലക്കുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി തുടരുന്നു. എല്ലാവരും അല്പം ക്ഷമിക്കുക. എല്ലാവരും അല്പം ക്ഷമിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പരിപാടി ഭംഗിയോടുകൂടെ നടത്തണം. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. അല്പം ക്ഷമിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി നമുക്ക് ഭംഗിയായി നടത്തണം. എല്ലാവരും അല്പം ക്ഷമിക്കുക. ഇവിടെ അന്തിയിറങ്ങുന്ന മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹാക്ക് വേണ്ടി എല്ലാവരും അല്പം ക്ഷമിക്കണം. ഇവിടെയുള്ള സദസ്സിൽ പോയിക്കും. എല്ലാവരും സദസ്സിൽ പോയിരിക്കുക. എല്ലാവരും സദസ്സിൽ പോയിരിക്കുക. സഹോദരന്മാരെ, ഇവിടെ അന്തിയിറങ്ങുന്ന മഹതിയായ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അവരുടെ പേരിൽ നടത്തപ്പെടുന്ന മഹത്തായ ഉറൂസ് മുബാറക്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് 14ാമത്തെ ദിവസമാണ്. നാളെയും മറ്റന്നാളുമായി നമ്മുടെ പരിപാടി സമാപിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും അല്പം ക്ഷമിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി ഭംഗിയോടുകൂടി നമുക്ക് പൂർത്തിയാക്കണം എന്ന് എല്ലാവരും ഇരിക്കും മുന്നോറിലിരിക്കും. എല്ലാവരും ഇരിക്കും മുന്നോറിലിരിക്കും. നമ്മുടെ പരിപാടി ഭംഗിയായി കഴിയണം. എല്ലാവരും ഇരിക്കുക. എല്ലാവരും ഇരിക്കുക. എല്ലാവരും ക്ഷമിക്കുക. ക്ഷമിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുക. എല്ലാവരും ക്ഷമിച്ചുകൊണ്ടിരിക്കുക. സഹോദരന്മാർ മുത്താലിമുകളെല്ലാം എല്ലാം ക്ഷമിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ഇരിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽകി വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എല്ലാ വോളണ്ടിയർമാരും സമാധാനപ്പെടണം. എല്ലാ വോളണ്ടിയർസുമാരും അവരവരുടെ സ്ഥലത്ത് പോയി നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട വോളണ്ടിയർസുമാർ, സ്വയം സേവകന്മാർ അവരവരെ സ്ഥലത്ത് പോയി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശാന്തിയും സമാധാനത്തിനും വേണ്ടി ശ്രമിക്കണം. വോളണ്ടിയർമാർ റിക്വസ്റ്റ് ചെയ്യുന്ന വോളണ്ടിയർമാർ അവരവരെ സ്ഥലത്ത് പോയി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വോളണ്ടിയർമാർ അവരവരെ സ്ഥലത്ത് പോയി നിൽക്കണം. വോളണ്ടിയർമാർ وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم
ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സാദാത്തുകളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഹുബ്ബുസ് സ്വാലിഹീൻ എന്ന വിഷയത്തിൽ നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം ഇവിടെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കളെ, മഹാന്മാരെ, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക എന്നുള്ള ഒരു വിഷയമാണ്. ഈമാനുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. മുഅ്മിനായ ജനങ്ങൾക്ക് സ്വാലിഹീങ്ങളെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളത് ഈമാനുള്ള മനുഷ്യന്റെ ആയുധമാണ്. മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ് സ്വാലിഹീങ്ങളെ അനുസരിച്ച് ജീവിക്കുക, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും സ്നേഹിക്കൽ അത് ഈമാനിന്റെ ഭാഗമാണ്. ഹുബ്ബുസ് സ്വാലിഹീൻ. വോളണ്ടിയർമാർ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടി ഭംഗിയോടുകൂടി പൂർത്തീകരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ഭിന്നഭിപ്രായങ്ങൾ നമുക്ക് പരിഹരിക്കാം. നിങ്ങളെല്ലാവരും ഈ ഉറൂസിന് വേണ്ടി, മണവാട്ടി ബീവി ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരും അവരവരുടെ ഡ്യൂട്ടി വോളണ്ടിയർമാർ നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കിത് ഭംഗിയായി നിർവഹിച്ചു കൂട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക, മഹത്തുക്കളെ അവരെ ഇഷ്ടപ്പെടുക എന്നുള്ള ഏറ്റവും പ്രധാനമായ, ഏറ്റവും മഹത്വമുള്ള ഒരു അമല്, അത് ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാർ, ഇവിടെ അന്തിയിറങ്ങുന്ന മഹദിയായ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ, മഹദി അവர்கள் അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വിലായത്ത് കരസ്ഥമാക്കിയ ഏറ്റവും അടുത്ത മഹത്തുക്കളിൽപ്പെട്ട ഒരു മഹദിയാണ്. ആ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അത്തരം വലിയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നത് അവർ മഹാന്മാരെയും മഹത്തുക്കളെയും സ്മരിക്കുന്നതിലൂടെയാണ്, അവരെ ഇഷ്ടപ്പെടുന്നതിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനും നമുക്ക് വിജയിക്കാനുമുള്ള ഒരു മാർഗം സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും അവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്ത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു സഹാബി എന്നുകൊണ്ട് ചോദിക്കുന്നു, മതസ്സാഅതു യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, മതസ്സാഅതു യാ റസൂലല്ലാഹ്, അന്ത്യനാളെപ്പോഴാണ് നബിയേ, അന്ത്യനാളെപ്പോഴാണ് നബിയെ, ഖിയാമത്ത് നാളെ എപ്പോഴാണ് നബിയെ? ഈ ചോദ്യം കേട്ടപ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്തതാ ആ സഹാബിയോട് ചോദിക്കുന്നു, അല്ലോ സഹാബി, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് നീ ചോദിച്ചല്ലോ, ഖിയാമത്ത് നാളിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചല്ലോ, എന്നാൽ ആ ഖിയാമത്ത് നാളിന് വേണ്ടി, അതിനു വേണ്ടി മാതാ അഅദത്ത ലിദാലിക, ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നിങ്ങൾ എന്താണ്, എല്ലാവരും ഇരിക്കുക, ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ എന്താണ്, എല്ലാവരും ആരും പോണ്ട, അങ്ങോട്ട് പോണ്ട, ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാതാ അഅദത്ത ലിദാലിക, ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? തങ്ങൾ അവർക്ക് പോകാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കൂടുതലൊന്നും നിസ്കരിച്ചിട്ടില്ല നബിയേ, ഞാൻ കൂടുതലൊന്നും നോമ്പ് നോക്കിയിട്ടില്ല നബിയേ, ഞാൻ കൂടുതലൊന്നും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല നബിയേ, എനിക്ക് കൂടുതൽ സദഖയോ അമലോ നിസ്കാരമോ നോമ്പോ ഒന്നും എന്റെ കയ്യിലില്ല. ആ സഹാബി അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ കൂടുതൽ അമലുകളൊന്നുമില്ല, പക്ഷേ ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു,
അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയേ. അല്ലാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഞാൻ പ്രിയം വെക്കുന്നു നബിയെ, ഇഷ്ടപ്പെടുന്നു നബിയെ എന്ന് ആ സഹാബി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു നബിയേ. ഇത് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയുന്നു, അൽ മർഉ മഅ മൻ അഹബ്ബാ. ഒരു മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ഒരു മനുഷ്യൻ ആരെയാണോ പ്രിയം വെക്കുന്നത്, ആ പ്രിയം വെക്കുന്നവരോട് ഇഷ്ടപ്പെടുന്നവരോടുകൂടെ ഞാൻ സ്വർഗത്തിൽ, ഇഷ്ടപ്പെടുന്നവരോട് കൂടെ അവര് നാളെ സ്വർഗത്തിലുണ്ടാകുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, സ്വാലിഹീങ്ങളെ പിൻപറ്റുക, മഹാന്മാരെ പിൻപറ്റുക, മഹത്തുക്കളെ പിൻപറ്റുക, അഥവാ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് സ്വർഗ്ഗം കിട്ടാൻ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മഹാന്മാരുടെ ആ പദവി, അവരോടുകൂടിയുള്ള സുഹബത്ത്, അവരെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് സ്വർഗ്ഗം കിട്ടാൻ ഒരു കാരണമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അൽ മർഉ മഅ മൻ അഹബ്ബാ. ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത്, ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറയുന്നു, ആരെയാണോ നീ ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടുന്നവരോടുകൂടെ നീ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന് പ്രിയം വെച്ചാൽ, സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ, സ്വാലിഹീങ്ങളെ മഹബത്ത് വെച്ചാൽ, ആ മഹബത്ത് വെക്കുന്നതിലൂടെ, സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ഈ സ്വർഗത്തിലെത്താമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാലിഹീങ്ങളിൽ നാം പെടുന്നവരാകണം, സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടണം, ആ സ്വാലിഹീങ്ങളെ മഹബത്ത് വെക്കുന്നവരാകണം. സ്വാലിഹീങ്ങളോടുകൂടെ നമുക്ക് സ്വർഗത്തിലെത്തണം. നമുക്കറിയാം, അല്ലാഹുവിന്റെ പ്രവാചകരിൽപ്പെട്ട പ്രവാചകരായ നബിയായ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം. ആരാണ് യൂസുഫ് നബി അലൈഹിസ്സലാം? ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച പ്രവാചകരാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. സ്വന്തം ജ്യേഷ്ഠനുജന്മാരുടെ അസൂയ കാരണം, അതാ സ്വന്തം ജ്യേഷ്ഠനുജന്മാരുടെ അസൂയ കാരണം ആ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വന്തം കൂട്ടുകാർ കൊണ്ടുപോയി അതാ പൊട്ടിക്കിണറ്റിലറിയുകയാണ്. അവിടെ നിന്നതാ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി സംരക്ഷിക്കുന്നു. അതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കുന്നു. എന്നിട്ടോ വെള്ളം കോരുന്ന വെടിയാത്രക്കാർ വെള്ളം കോരുന്ന സമയത്ത് ആ വെള്ളം കോരുന്നതിൽ യൂസുഫ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടുന്നു. എന്നിട്ടടാ ആ വെടിയാത്രക്കാർ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അങ്ങാടിയിൽ കൊണ്ടുവന്ന് അടിമയായി വിൽപ്പന നടത്തുകയാണ്. വിൽപ്പന നടത്തിയ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അതാ അസീബ് രാജാവ്, ഈജിപ്തിലെ ഭരണാധികാരി അസീബ് രാജാവ് വിലക്ക് വാങ്ങുകയാണ്. അങ്ങനെ അസീബ് രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അതാ വീട്ടിൽ വെച്ച്, കൊട്ടാരത്തിൽ വെച്ച് നിർത്തിയപ്പോൾ അവിടെ വെച്ച് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അസീബ് രാജാവിന്റെ ഭാര്യയുടെ സമീപത്ത് നിന്ന് അതാ അല്പം ശല്യം ഏൽക്കേണ്ടി വന്നുകൊണ്ട് അങ്ങനെ അതാ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയായി കൊണ്ട് ജയിലിലടക്കപ്പെടുന്നു. 2 വർഷക്കാലം ജയിലിലടക്കപ്പെടുകയാണ്. അങ്ങനെ നീണ്ട ചരിത്രമാണ് ഖുർആൻ വിശദീകരിക്കുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ നിലക്ക് അതാ അവിടെ കൊട്ടാരത്തിൽ നിന്ന് അതാ നിരപരാധിയായി ജയിലിൽ കഴിഞ്ഞ് അവസാനം 2 കൊല്ലം കഴിഞ്ഞ് നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോൾ
മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അതേ ഈജിപ്തിലെ മിസ്രിലെ ഭരണാധികാരിയായി അവിടുത്തെ രാജാവായി മാറുകയാണ്. ആ രാജാവായപ്പോൾ, ഭരണാധികാരിയായപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ